കേരളത്തിൽ ഏറ്റവും പ്രധാനമായി തണുപ്പുള്ള ജില്ലകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനുകളുള്ള ഒരു ജില്ലകൾ എന്ന് പറയുന്നത് വയനാട്, ഇടുക്കി, പാലക്കാടിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിൽ വയനാട്, ഇടുക്കിയുമാണ്. അതിൽ വയനാട് വളരെ പ്രസിദ്ധമായൊരു ഹിൽ സ്റ്റേഷനാണ്. ഒരു വയനാട് പ്ലേറ്റോ എന്ന് പറയുന്നത് വയനാടൻ സമതലം എന്ന് പറയാവുന്ന ഒരു വളരെ മനോഹരമായൊരു പ്രദേശമാണ്. ലക്കടിയിൽ തുടങ്ങി വയനാട് മൊത്തം ഉള്ള ഒരു പ്രദേശമാണ്. അതിൽ താമരശ്ശേരി ചുരം, കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ചുരത്തിൽ നിന്ന് കയറിയിട്ടാണ് ഹെയർപിൻ വളവുകളെല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്ന സ്ഥലം. അവിടെ ആനക്കാംപൊയിൽ നിന്ന് കള്ളാടി മേപ്പാടി വരെ 8.73 കിലോമീറ്ററിൽ 4 വരി തുരങ്കപാത വരാൻ പോവുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം, തറക്കല്ലിടൽ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ചെയ്തു. അതിൽ ആവശ്യമില്ലാത്തൊരു വിവാദമൊക്കെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി, എന്നാൽ ഉദ്ഘാടനം ചെയ്തു. 2134 കോടി രൂപ കിഫ്ബി ഫണ്ട് എടുത്താണ് അത് ചെയ്യുന്നത്. മാനന്തവാടിക്ക് ഒരു 12 കിലോമീറ്റർ അധികം പോകേണ്ടി വരും, കൽപ്പറ്റയ്ക്ക് 7 കിലോമീറ്റർ, മേപ്പാടിക്കാണെങ്കിൽ ഒരു 8.5 കിലോമീറ്ററിൻ്റെ കുറവും, ബത്തേരിക്ക് 1 കിലോമീറ്ററിൻ്റെ കുറവും ഉണ്ടാകും, സുൽത്താൻ ബത്തേരിക്ക്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എത്താൻ കുറവും ചില സ്ഥലങ്ങളിൽ കൂടുതൽ വരും, കാര്യം തുരങ്കപാതയാണല്ലോ. എന്തായാലും മേപ്പാടി വരെ പോകുന്ന തുരങ്കപാത നമ്മൾ ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ ഉണ്ടായല്ലോ, മറ്റേ നമ്മുടെ ചൂരൽമല മുണ്ടകൈ എന്നൊക്കെ പറയുന്ന പ്രശ്നമുണ്ടായ പുഞ്ചിരിമട്ടം എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ടല്ലോ, അത് മേപ്പാടി പഞ്ചായത്തിലാണ്. അപ്പോൾ ആ മേപ്പാടി പഞ്ചായത്ത് വരെ പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പാതയാണിത് വരുന്നത്. ഈ പാത വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വയനാട് വഴി പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന പച്ചക്കറി, അതുപോലെ തന്നെ മറ്റ് ഗ്ലോസറികൾ, ഒരുപാട് ഫർണിച്ചർ, ഒരുപാട് ഇലക്ട്രോണിക് വസ്തുക്കൾ, അങ്ങനെയുള്ള യാത്രയ്ക്ക് വലിയ എളുപ്പമായിരിക്കും. പക്ഷേ ഒരു സൗകര്യം ഇപ്പോൾ കിട്ടിയത് ഈ ചുരം പൊളിയുകയും കൂടെ ചെയ്തപ്പോൾ, ചുരം ലക്കടിയുടെ അടുത്തും പല സ്ഥലങ്ങളിലും ചുരം പൊളിഞ്ഞപ്പോൾ ഇതിനൊരു വാദം ശക്തമായി. എല്ലാവരുടെ ഭാഗത്തുനിന്നും ഡിമാൻഡ് റേസ് ചെയ്ത പോലെ വന്നു. തുരങ്കപാത വേണം എന്നൊരു ഡിമാൻഡ് റേസ് ചെയ്ത് വന്നു. പിന്നെ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, മെഡിക്കൽ കോളേജ്. അതിപ്പോൾ വയനാട് മെഡിക്കൽ കോളേജ് വന്നാൽ തീരാവുന്നൊരു വിഷയമേ ഉള്ളൂ. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വയനാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാൻ ഇപ്പോൾ ഉള്ള പാത പോരാ, അതൊക്കെ പ്രതിസന്ധിയാണ്, ആംബുലൻസിലേക്ക്. ഇങ്ങനെയുള്ള പല വാദങ്ങളുമുണ്ട്. പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വലിയ തടസ്സമുണ്ടായിരുന്നു നേരത്തെ. കേരള പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കേരള പരിസ്ഥിതി വകുപ്പിൻ്റെ തടസ്സമുണ്ടായിരുന്നു, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ തടസ്സമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അതെല്ലാം മാറ്റി ഇപ്പോൾ അനുവാദം കൊടുത്തിരിക്കുകയാണ്. അതേസമയം വയനാട് പ്രകൃതി സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ശ്രീ ബാദുഷയുടെ നേതൃത്വത്തിലുള്ള സംഘടനകൾ, പോലുള്ള ഇതിനെ പഠനം നടത്തുന്ന, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സംഘടനകൾ, അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണ സമിതിയുടെ ആളുകൾ, പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ ആളുകൾ, അതുപോലെ തന്നെ കേരള പ്രകൃതി സംരക്ഷണ സമിതി, ഇങ്ങനെയൊക്കെ ഒത്തിരി പരിസ്ഥിതി ആക്ടിവിസ്റ്റുകളുണ്ട്. അവരെല്ലാം ഈ രാജ്യദ്രോഹികളോ രാജ്യവിരുദ്ധരൊന്നുമല്ല. അവരുടെ കൺസേൺ പറയുന്നു എന്നുള്ളതിനപ്പുറം വേറൊന്നുമല്ലല്ലോ, അവരുടെ കൺസേൺ പറയണമല്ലോ. അപ്പോൾ അത്തരത്തിൽ പറഞ്ഞുകൊണ്ടുള്ള കൺസേൺ ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് കോടതികളിൽ ഇതിനെ സംബന്ധിച്ച് കേസുകൾ കിടക്കുന്നു. അതുപോലെ തന്നെ തുരങ്കപാതയുടെ പണിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ടൂറിസം വകുപ്പിനൊക്കെ വലിയ ടൂറിസവും പൊതുമരാമത്തും മുഹമ്മദ് റിയാസാണ് മരുമകനാണ്. മരുമോൻ ഇതിൽ വലിയ ആവേശം കണ്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. കൊങ്കൺ റെയിൽവേക്കാരാണ് ഇതിൻ്റെ ഈ നോട്ടെല്ലാം തയ്യാറാക്കിയത്, DPR എല്ലാം തയ്യാറാക്കിയത്. അതുപോലെ തന്നെ വളരെ വലിയ രീതിയിലാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ രീതിയിൽ എത്ര പ്രൊഫഷണലായി ഇതൊക്കെ ചെയ്യാൻ കഴിയും. നമുക്കൊരു നാഷണൽ ഹൈവേ പോലും പ്രൊഫഷണലായി ചെയ്യാൻ കഴിയുന്നില്ല. സ്റ്റേറ്റ് ഹൈവേയുടെ കാര്യം പറയാണ്ടിരിക്കുകയാണ്, പഞ്ചായത്ത് റോഡിൻ്റെ കാര്യം മിണ്ടാണ്ടിരിക്കുകയാണ് നല്ലത്. കാര്യം നമ്മുടെ ഒരു ജന്മം കൊണ്ട് പോലും, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, കേരളത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ജന്മത്തിൽ ഏതെങ്കിലും ഒരു ജന്മം മനോഹരമായ ദുബായ് പോലെ, സിംഗപ്പൂർ പോലെ മറ്റൊരു പട്ടണമാക്കണ്ട നിങ്ങൾ, പക്ഷേ റോഡ് നന്നായി ചെയ്യാൻ കേരളത്തിൽ കഴിയുന്നില്ല. പല കാരണങ്ങളുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളുണ്ട്, മഴയുടെ പ്രശ്നങ്ങളുണ്ട്, ചരിവിൻ്റെ പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തമിഴ്നാട് പോലെ ഒന്നും ചിലപ്പോൾ റോഡ് പണിയാൻ പറ്റില്ല. എങ്കിലും നല്ല റോഡ്, കേരളത്തിന് ആവശ്യമായ നല്ല റോഡുകൾ പണിയാൻ നമ്മളിനി എന്നാണ് പഠിക്കുക എന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴാണ് ഇതുപോലത്തെ തുരങ്കപാത വരുന്നത്. പാത എന്തായാലും യാഥാർത്ഥ്യമാകുന്നു. പക്ഷേ മറുവശത്ത് വലിയ ആശങ്കയാണ് പരിസ്ഥിതി പ്രവർത്തകരും, അതുപോലെ തന്നെ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവരും പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. അപ്പോൾ ആശങ്ക നിലനിൽക്കുമ്പോൾ സർക്കാർ ഈ പണിയുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും ഇത് പൂർത്തിയായാൽ പിന്നെ ഈ ആശങ്കകൾ ഇടമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴും അവർ പറഞ്ഞ ആശങ്കയായി തന്നെ നിൽക്കും. വരാനിരിക്കുന്ന ദുരന്തങ്ങൾക്ക് ഇതൊന്നും ഇടയാവാതിരിക്കട്ടെ. ദുരന്തങ്ങൾ വരുമോ ഇല്ലെന്ന് പറയാനാവില്ല. എന്തായാലും തീർച്ചയായിട്ടും വയനാട് വളരെ ഹോട്ട്സ്പോട്ടായിക്കൊണ്ടിരിക്കുന്ന ജില്ലയാണ്. അങ്ങനെ ഹോട്ട്സ്പോട്ടായിക്കൊണ്ടിരിക്കുന്ന ജില്ലയിൽ എടുക്കുന്ന ഏതൊരു പ്രവർത്തനവും വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. പക്ഷേ അത്രയും പ്രിക്കോഷൻ, മുൻകരുതൽ ഈ തുരങ്കപാതയിൽ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണുക മാത്രമേ കരണീയമായിട്ടുള്ളൂ. മറ്റൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല.